പഴയ കഥയാണ്. സംഗീത ലോകത്തെ എക്കാലത്തെയും ആചാര്യനായിരുന്ന സ്വാമി ഹരിദാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ബൈജു ബാവറയുടെയും താൻസൻ്റെയും ഒക്കെ പറഞ്ഞു കേട്ട കഥകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ വായിച്ചെടുക്കാൻ ഒരുപാടുണ്ട്, മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. അക്ബറിൻ്റെ രാജസദസ്സിലെ സംഗീതജ്ഞനായിരുന്നു താൻസർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാലത്ത് അതിപ്രശസ്തനായിരുന്നു. ബൈജു ബാവറയാണെങ്കിൽ കഴിവിൻ്റെ കാര്യത്തിൽ താൻസനെ പോലെ തന്നെ വിദഗ്ധനായിരുന്നെങ്കിലും അത്രമാത്രം പ്രശസ്തനായിരുന്നില്ല. ഒരു ദിവസം ബൈജു ഗുരു സ്വാമി ഹരിദാസിനോട് ചോദിച്ചു, അങ്ങേക്കറിയാലോ, സംഗീത പരിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഞാനും താൻസനുമൊക്കെ തുല്യരാണ്. എന്നിട്ടും എല്ലാവരും താൻസനെയാണ് ആദരിക്കുന്നത്. എനിക്ക് താൻസനേക്കാൾ മുന്നിലെത്താൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? സ്വാമി ഹരിദാസ് പറഞ്ഞു, മുന്നിൽ നിൽക്കുന്ന ഒരാളെ പിന്നിലാക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ കഴിവുകൊണ്ട് അയാളെക്കാളും മികച്ചതാവാൻ പരിശ്രമിക്കുക. രണ്ട്, അയാളെ വലിച്ച് പിന്നിലേക്ക് തള്ളിയിടുക. ഇതിൽ ഒന്നാമത്തേത് ശ്രേഷ്ഠവും രണ്ടാമത്തേത് നീചവുമാണ്. നീ താൻസൻ്റെ പ്രശസ്തിയിൽ അസൂയ പൂണ്ട് ജീവിക്കുന്നിടത്തോളം ഒരിക്കലും നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആദ്യം നീ നിന്നിലേക്ക് നോക്കി നീ ആകാൻ ശ്രമിക്കുക. ബൈജു എല്ലാം ത്യജിച്ച് സംഗീതത്തെ മാത്രം ഉപാസിച്ച് എവിടെയൊക്കെയോ അലഞ്ഞു നടന്നു എന്നൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട്. ഒരാളെ പിന്നിലേക്ക് വലിച്ചിടാൻ വഴികൾ പലതുണ്ട്. നമ്മൾ ഏത് സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനം. ഒരു പാമ്പ് മിന്നാമിനിങ്ങനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. മിന്നാമിനിങ്ങ് പറഞ്ഞു, നിന്നോട് ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിൻ്റെ ഭക്ഷണ ശ്രേണിയിൽപ്പെട്ട ഒരാളല്ലല്ലോ? പാമ്പ് പറഞ്ഞു, അല്ല. അടുത്തത്, ഞാൻ നിന്നോട് ഒരു കാര്യത്തിലും ഇതുവരെ ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ? പാമ്പ് പറഞ്ഞു, ഇല്ല. പിന്നെ നീ എന്തിനാണ് എന്നെ വിഴുങ്ങാൻ നോക്കിയിരിക്കുന്നത്? പാമ്പ് പറഞ്ഞു, നീ അങ്ങനെ തിളങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ എന്ന്. ഇതാണ് നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ അവസ്ഥ എന്നതാണ് ഇതുവരെയുള്ള ജീവിതയാത്രയിൽ ഞാൻ പഠിച്ച മറ്റൊരു പാഠം.